തീം മെയിൻ കാറ്റഗറി എന്ന് പറഞ്ഞാൽ മസ്ജിദ് ആൻഡ് മോസ്ക് എന്നായിരുന്നു. ആ കാറ്റഗറി കണ്ടപ്പോൾ തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ആർക്കും താജ്മഹലിൽ പള്ളി ഉണ്ടെന്ന് അറിയില്ല. താജ്മഹൽ ക്ലോസർ ആണ്, അവിടെ ലോക്കലിൽ മാത്രമേ അലോഡുള്ളൂ. ISO ഒക്കെ കയറി കിടന്ന് വെറും വൈറ്റ് ആയിട്ട് ഉള്ള ഫോട്ടോസും ആ ഒരു കോമഡിയാണ് ഇപ്പൊ മൈൻഡിൽ വരുന്നത്. പിന്നെ ഓൾറെഡി ഉണ്ടായിരുന്നു, വരക്കുമായിരുന്നു. ഒന്നല്ലെങ്കിൽ അവരെ ഐ കാച്ചിങ് ആയിരിക്കും, എന്തെങ്കിലും ഡിഫറെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്മൈൽ ആയിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഒരുപാട് പേര് അത് നോട്ടീസ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നിരുന്നു. ഫേസ് കണ്ടിട്ടുണ്ടായില്ല, റിവീൽ ചെയ്തിട്ടുണ്ടായില്ല. അത് പെട്ടെന്ന് സാധിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. 100-110 കോമ്പറ്റീഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാല് അതിൽ ഏതെങ്കിലും 1-2 നമ്മളെ തേടി എത്തുള്ളൂ. ചെറപുറ അങ്ങനെ ഫോട്ടോസ് എടുക്കില്ല. ഒരു സ്റ്റോറി ടെല്ലിങ് സാധനം എടുക്കാൻ താല്പര്യം. ഒരു ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ വിചാരവും ഫാഷനും മോഡലിങ്ങും അത് മാത്രമാണെന്നാണ് ഫോട്ടോഗ്രാഫി എന്നാണ് എല്ലാവരുടെ വിചാരം. ഒരു ഫോട്ടോ കൂടുതൽ സംസാരിക്കും. ജോലിക്കായിട്ട് പോർട്ട്ഫോളിയോ കൊടുത്തിട്ടുണ്ടാവും, അപ്പോൾ അവിടെ നിന്ന് വിളിക്കണമെന്ന് വിചാരിച്ച് ഞാൻ നമ്പർ കൊടുത്തു. അപ്പോൾ നിങ്ങൾ 10 പേരിൽ ഒരാളായിട്ട് നോമിനേറ്റഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. എക്സിബിറ്റ് ചെയ്താൽ മതി എന്ന് ആഗ്രഹിച്ച സ്ഥാനത്ത് ഗ്രാൻഡ് പ്രൈസ് കിട്ടാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി ശരിക്കും. ഇന്ന് നമ്മുടെ പരിപാടിക്ക് എത്തിയിട്ടുള്ളത്, നമ്മോട് സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് UAE ഒരു മലയാളി പയ്യൻ 23 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് ആയിട്ട് ഒരു ഫോട്ടോഗ്രാഫിയിൽ കോണ്ടസ്റ്റ് വിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ്. സോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അൻവർ സാദത്താണ്. ആ ഒരു വിജയിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. സോ നമുക്ക് പരിചയപ്പെടാം. ഞാനും 2 ദിവസമായിട്ട് ഇതിങ്ങനെ കേട്ട് ആരാണ് ഇയാൾ, ഈ ഭാഗ്യവാൻ ആരാണ്? ഭാഗ്യമൊന്നുമല്ല, ശരിക്കും കഴിവാണ്, നമ്മുടെ എഫേർട്ടാണ്. ഇത്രയും വർഷം നമ്മൾ കടന്നു വന്നിട്ടുള്ള ജേണിയാണ്. ഞങ്ങൾക്ക് അൻവർ ആരാണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഒന്ന് സെൽഫായിട്ടൊന്ന് പറഞ്ഞുതരാമോ? എൻ്റെ പേര് അൻവർ സാദത്ത് TA. ഇൻസ്റ്റാഗ്രാമിൽ അൻവർ TA ഫോട്ടോഗ്രാഫി അറിയും. സ്ഥലം വരുന്നത് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ഭാഗം, കൈപ്പങ്കലം 3 പിടിയാന്ന് പറയും. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഉമ്മ, പെങ്ങള്, വാപ്പ അബുദാബിയിലുണ്ട്, അളിയൻ ഷാർജയിൽ. ദുബായിൽ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇല്ല, ഞാൻ നാട്ടിലാണ്. ഇവര് ഇൻവൈറ്റ് ചെയ്തിട്ട് വന്നതാണ് അബുദാബിയിലേക്ക്. ഇങ്ങനെ ഒരു കോണ്ടസ്റ്റ് ഉണ്ട് എങ്ങനെയാ അറിയാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായത്? എങ്ങനെയാ? ഞാൻ 2019 വന്നപ്പോൾ വിസിറ്റിംഗ് വന്നപ്പോൾ ഗ്രാൻഡ് മോസ്ക് ഫോട്ടോ എടുക്കാൻ പോയിരുന്നു അബുദാബിയിൽ. ഫോട്ടോ എടുക്കാൻ പോയി. അപ്പോൾ അവിടെ പെർമിഷൻ വേണമെന്ന് പറഞ്ഞു, നല്ല ഫോട്ടോസ് കിട്ടണമെങ്കിൽ. അപ്പോൾ പെർമിഷന് വേണ്ടി അവരോട് അറബിനോട് ചോദിച്ചപ്പോൾ അവർ ഈ കോണ്ടസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. തെറ്റിയിട്ട് പറഞ്ഞാണ്, കോണ്ടസ്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞാണ്. അപ്പം നമ്മ സ്ട്രൈക്ക് ചെയ്ത് വെച്ച് ആ ഒരു സീസണിലായിരിക്കും വന്നിട്ടുണ്ടാവുക. ആ സീസണിൽ. അപ്പം നമ്മ അവിടെ ഒക്കെ ബോർഡ് കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു, അറബിയിലായതുകൊണ്ട് കറക്റ്റ് മനസ്സിലായില്ല. അപ്പോൾ പെർമിഷൻ പിന്നെ നോക്കാന്നുള്ള രൂപത്തിലായി. പിന്നെ ഈ ഫോട്ടോ കോമ്പറ്റീഷനെ പറ്റി നോക്കി അന്വേഷിച്ച് ഇതിനെ പറ്റിയ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ചയോളം ഞാൻ കസിനായിട്ട് നടന്ന് 2019. അപ്പോൾ അന്നത്തെ വിഷയം, മെയിൻ കാറ്റഗറി വിഷയം ടോളറൻസ് ആയിരുന്നു. അപ്പോൾ ഇത് എല്ലാ രാജ്യത്തു നിന്നുള്ള ഫോട്ടോസ് അയക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെ നാട്ടിലത്തെ ഫോട്ടോസ് അയക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ലായിരുന്നു. കറക്റ്റ് ഐഡിയ ഉണ്ടായില്ല. UAE മാത്രമല്ല, ആ ഗ്രാൻഡ് മോസ്കിന്റെ ഉള്ളിൽ തന്നെ വേണമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ആ തട്ടിക്കൂട്ടി അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഒപ്പിക്കാൻ നോക്കി. പക്ഷെ എന്നാലും കണക്റ്റായി വന്നിട്ടില്ല ആ മീനിങ് ഫോട്ടോസ്. പിന്നെ കുറേ സബ് കാറ്റഗറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് ഫോട്ടോസൊക്കെ അയച്ച്, പക്ഷെ ഒന്നും ഇതായില്ല. ഇൻവിറ്റേഷൻ വന്ന്, പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഇൻവിറ്റേഷൻ വന്നു. പക്ഷെ നമ്മളെ ചിലവിൽ തന്നെ ഇങ്ങോട്ട് വരണം എന്നുള്ള ഇതായിരുന്നു. പിന്നെ അന്നത്തെ 2019 റിസൾട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് ഇതൊന്നും ഞമ്മക്ക് കൂടൂല എന്നുള്ളൊരു ചിന്ത വന്നു. ഭയങ്കര വലുതാണ്. പിന്നെ മനസ്സിലായി ഇത് നാട്ടിൽ നിന്നുള്ള ഫോട്ടോസ് അയക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്തായാലും ഉണ്ടായിരുന്നു, അതിന് പറ്റിയ ഫോട്ടോസ് നാട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അടുത്ത സീസണിൽ പിടിക്കാമെന്നുള്ള ജസ്റ്റ് ഞാൻ സ്റ്റോറിയിൽ വെറുതെ ഇട്ട് അടുത്ത സീസണിൽ പിടിക്കാന്നുള്ളത്. നമ്മളെ ഫ്രണ്ടിന് ഇൻവൈറ്റ് കിട്ടിയിട്ട് അവൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ മെൻഷൻ ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് അടുത്ത സീസൺ പിടിക്കാന്ന് പറഞ്ഞു. പിന്നെ കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അടുത്ത സീസൺ വന്നത്. 4 വർഷം കഴിയുമ്പോഴാണ് ഈ കോൺടെസ്റ്റ് വരുന്നത്? അല്ല, അവര് കൊറോണ ഒക്കെ കാരണം സ്റ്റോപ്പ് ആയതാണ്. ഇത് സീസൺ 8 ആണ്. 8 വർഷത്തോളമായി പോകുന്നു. ഇവര് കണ്ടിന്യൂസ് ഇല്ല, ഇനിയിപ്പോ കണ്ടിന്യൂസ് ആവുന്നൊക്കെ പറയണ്ട, എല്ലാ വർഷവും വരുന്ന പറയുന്നുണ്ട്. അപ്പോ ആ ടൈമിലൊരു എക്സിബിറ്റ് ആയാൽ മതി എന്നാണ് ആഗ്രഹിച്ചത് ഫോട്ടോസ് ആ ഗ്രാൻഡ് മോസ്കിൽ. ആ സ്ഥാനത്ത് ഇപ്പൊ ഗ്രാൻഡ് പ്രൈസിൽ നിൽക്കുന്നു ഒരു മലയാളി.
സോ ഞാൻ 2 ദിവസമായിട്ട് നമ്മുടെ പേജും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എനിക്ക് കൂടുതലും കാണാൻ പറ്റിയിട്ടുള്ള ഡ്രീമർ എന്ന് വരുന്നുണ്ട്. ഫസ്റ്റ് ബയോ തന്നെ ഡ്രീമർ ഉണ്ട്, അതുപോലെ ഫോട്ടോഗ്രാഫി ആൻഡ് ട്രാവലർ. ഞാൻ അതിലൂടെ പോകുമ്പോൾ ഇന്ത്യ മൊത്തം കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു നോർത്ത് സൈഡിലേക്ക് എനിക്ക് അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ റീസെന്റ് വന്നിട്ടുള്ള ലാസ്റ്റ് മൊത്തം ഒരു ഇന്ത്യൻ ആർക്കിടെക്ചറിനോട് കുറച്ചും കൂടി റെസ്പെക്ട് ഫീൽ ചെയ്തതുപോലെ ആണ് കാര്യങ്ങൾ വന്നത്. കാരണം കൂടുതൽ കാണുന്നത് താജ്മഹൽ, അതുപോലെ തന്നെ ജുമാ മസ്ജിദ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ശരിക്കും അങ്ങനെ ഒരു ക്രേസ് ഇന്ത്യൻ ആർക്കിടെക്ചറിനോടുണ്ടോ? ഉണ്ട്. മോണുമെന്റ്സ് കൂടുതൽ അട്രാക്റ്റീവ് ആണ് ഹിസ്റ്റോറിക്കൽ ആയതുകൊണ്ട്. താജ്മഹൽ കൂടുതലായിട്ട് അട്രാക്റ്റീവ് ആണ്. താജ്മഹൽ ഏറ്റവും കൂടുതൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് പല ആംഗിളും. കാരണം താജ്മഹൽ കുറെ പേര് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ബീച്ച് എടുക്കുന്ന പോലെ എല്ലാരും കവർ ചെയ്ത സാധനമാണ്. അപ്പൊ അതുമ്മന്ന് വെറൈറ്റി എങ്ങനെ ക്ലൈമറ്റ് അനുസരിച്ചാണ് താജ്മഹലിന്റെ ബ്യൂട്ടി അവിടെ നിൽക്കുന്നത്. അപ്പോ ഇങ്ങനൊരു ഡ്രീം ബുക്ക് കഴിഞ്ഞ് അതിന്റെ പ്രൈസ് ആണ് ഇപ്പൊ കിട്ടിയത്. അടുത്ത ഡ്രീം എന്ന് പറയുന്നത് താജ്മഹൽ ഇന്ത്യ സൈഡിൽ പകുതിയോളം ഫോഗ് എടുക്കും. ഫോഗ് വിത്ത് താജ്മഹലായിട്ടൊരു സീനറി ആണ് നോക്കി. അതിന് വേണ്ടി കുറെ മാസം നിന്ന് അവിടെ. പക്ഷെ എന്നാലും വിചാരിച്ച പോലെ കിട്ടിയില്ല. ചിലപ്പോ ഫോഗ് കൂടുതലായിട്ട് താജ്മഹൽ കാണൂല, അല്ലെങ്കിൽ ഫോഗേ ഉണ്ടാവൂല. അങ്ങനെയാണ്. ഈ ഒരു വർഷത്തെ ഒരു തീം എന്തായിരുന്നു താജ്മഹലായിട്ട് കണക്ട് ചെയ്യുക? കാരണം ഒരു ഇന്റർനാഷണൽ ഇതെങ്ങനെയാണ് താജ്മഹലായിട്ട് കണക്ട് ചെയ്തത്? ഇത് തീം മെയിൻ കാറ്റഗറി എന്ന് പറഞ്ഞാൽ മസ്ജിദ് ആൻഡ് മോസ്ക് എന്നായിരുന്നു ഇതിന്റെ മെയിൻ കാറ്റഗറി. ആ കാറ്റഗറി കണ്ടപ്പോൾ തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം വേൾഡ് വൈഡ് അയക്കാൻ പറ്റുന്നതാണ്. വേൾഡ് വൈഡ് മക്കയെന്നും മദീനയെന്നായാലും പല മസ്ജിദും വരാം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരാം. ചുമ്മാ ഞാനാണെന്ന് വെച്ചാൽ ഒരുപാട് മസ്ജിദിന്റെ ഫോട്ടോസ് എടുത്തുകൊണ്ട് ഒരുപാട് ലിസ്റ്റ് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞമ്മ പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്ന സാധനമായിരിക്കില്ല കൊടുക്കേണ്ടത്, വളഞ്ഞ് മൂക്ക് പിടിക്കണം. അപ്പോൾ ആലോചിച്ച് താജ്മഹലിലെ എടുത്തത്. ആർക്കും താജ്മഹലിൽ പള്ളി ഉണ്ടെന്ന് അറിയില്ല, അവിടെ നിസ്കാരം നടക്കുന്നുണ്ട് അറിയില്ല. നിസ്കാരം ഫ്രൈഡേ മാത്രമേ നടക്കുന്നുള്ളൂ. ഫ്രൈഡേ ജുമയില് താജ്മഹൽ ക്ലോസ്ഡാണ്. അവിടെ ലോക്കലില് മാത്രമേ അലൗഡ് ഉള്ളൂ. പുതിയ അറിവാണ് താജ്മഹലില് അതെ, ലോക്കലില് മാത്രമേ അലൗഡ് ഉള്ളൂ. പിന്നെ ഈദിന്റെ ഫോട്ടോ ആണ് നിങ്ങൾ കണ്ടത്. അപ്പൊ ഈദിന്റെ നിസ്കാരമാണ് കാണുന്നത്. നിസ്കരിക്കാനിരിക്കുന്ന ആൾക്കാരെ ഒരു ഇതാണ് കാണുന്നത്. അതിന്റെ ആർച്ചിൽ കൂടെ താജ്മഹൽ. അപ്പോ മസ്ജിദ് ഉണ്ടല്ലോ, അത് കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ അയച്ചത്. മസ്ജിദും പിന്നെ പീസ്ഫുള്ളും എന്നുള്ളൊരു ഇതുണ്ട്. അല്ല, ശരിക്ക് നമ്മള് താജ്മഹൽ എന്ന് പറയുമ്പോൾ സൈൻ ഓഫ് ലവ് ഒരു പാറ്റേണിലാണ്. അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞപ്പോ ഈ മക്കയും മദീനയൊക്കെ പറഞ്ഞ ആളുകൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ടാവുക അങ്ങനെയായിരിക്കും. അപ്പോ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പോലും ജുമാ മസ്ജിദ് ആണ് നമ്മള് വലിയ പള്ളി എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് മോസ്ക് എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ ജുമാ മസ്ജിദ് മാറ്റി വെച്ച് താജ്മഹൽ വരുന്ന സമയത്ത് അതൊരു സ്പെഷ്യൽ ആയിരുന്നു. മീനിങ് ഫുൾ ആണ് താജ്മഹലിനെ. പിന്നെ ആർക്കും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ഈ ആർക്കും കണ്ട് പരിചയമില്ലാത്ത ഒരു ഫ്രെയിം എന്നാണ് പറഞ്ഞത് ആ ഒരു ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു കോമ്പറ്റീഷന്റെ പേര് അനുസരിച്ചിട്ട് ലൈറ്റ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പടം കൂടെ ആയതുകൊണ്ട് അവര് ജഡ്ജ്മെന്റ് സ്ട്രൈക്കായി എന്ന് തോന്നുന്നു. ശരിക്ക് ഫോട്ടോഗ്രാഫി പഠിച്ചത് ഫോട്ടോഗ്രാഫി തന്നെയാണോ? ഞാൻ BA ജേർണലിസ്റ്റ് ആണ് പഠിച്ചത് ബാംഗ്ലൂര്. പിന്നെ ഫോട്ടോഗ്രാഫിയുമായി കണക്ട് ചെയ്ത് താല്പര്യത്തോടെ പഠിച്ചതാണ്. പിന്നെ അത് ഫോട്ടോഗ്രാഫി ചെയ്ത് കോളേജ് സമയത്താണോ അതോ അതിന് മുമ്പാണോ? ഒരു +1 +2 ഒക്കെ തുടങ്ങുന്ന ടൈമില് ഈ FP ഒക്കെ ഫോട്ടോ എടുത്ത് കത്തിക്കണ ടൈം. ആ ടൈമില് നമ്മളെ ഫോട്ടോ എടുക്കാന്നുള്ളതായിരുന്നു. അപ്പൊ നമ്മ ഒരു 8 പേര് ഗ്യാങ് ഉണ്ടായിരുന്നു. അതിന്റെ പേര് ലിയോപ്സ് ക്രിയേഷൻ എന്നുള്ള ഒരു പേരായിരുന്നു. നമ്മള് പണ്ട് ഈ അജ്മലിന്റെ ടൈമിലുള്ള ഒരു. അപ്പോ അതൊക്കെ കണ്ടിട്ട് ലിയോപ്സ് ക്രിയേഷൻ ഉള്ള ഇത് കൊണ്ട് ആ ഗ്യാങ്ങിക്ക് ഒരുത്തൻ ക്യാമറ ആയിട്ട് വന്ന്. ആ ടൈമിൽ ക്യാമറയെ കുറിച്ച് ഒരു ഇതും ഇല്ല. വലിയ ക്യാമറ ടെലി ലെൻസ് ഒക്കെ റെന്റിന് എടുത്ത് വന്ന് ഫോട്ടോ എടുക്കാൻ പോയി. സെറ്റിങ്സ് അറിയില്ല, ISO ഒക്കെ കയറി കിടന്ന് വെറും വൈറ്റ് ആയിട്ട് ഉള്ള ഫോട്ടോസും ആ ഒരു കോമഡിയാണ് ഇപ്പൊ മൈൻഡിൽ വരുന്നത്. അതുമൊന്നാണ് തുടക്കം. പിന്നെ വര ഓൾറെഡി ഉണ്ടായിരുന്നു, വരക്കുമായിരുന്നു. അപ്പൊ വരയും വന്ന് വര എപ്പോഴും നമുക്ക് വരച്ചിരിക്കാൻ പറ്റില്ലല്ലോ. വരയ്ക്കുന്നുണ്ട് ഞാൻ.
വരക്കുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇല്ലില്ല. ആ, വര വീട്ടിലൊന്നും ഞാൻ ഇല്ലില്ല, കണ്ടിട്ടില്ല. ഇട്ടിട്ടില്ല. സോ ആർട്ടിസ്റ്റ് ആണ്. അതെ. അങ്ങനെ പറയാൻ പറ്റില്ല. ആ, ആ ഒരു ടൈമിൽ വരച്ചിരുന്നു. ഇപ്പൊ ഓക്കെ ടച്ച് കാര്യങ്ങളൊക്കെ വിട്ട്. ഓക്കെ ഓക്കെ. ആ. ട്രൈ ചെയ്യുന്നുണ്ടോ? ഇല്ലില്ല. ഞാൻ ആ വര ഒരു ഫോട്ടോഗ്രാഫിക്ക് കണക്ട് ചെയ്തു. ഓക്കെ ഓക്കെ. അത് ആ ഒരു ആർട്ടിസ്റ്റിക് മൂഡ് ഫോട്ടോസ്. സോ നിങ്ങൾ പറഞ്ഞ സെൽഫ് ലേൺ ആണ്. അതെ. മഹേഷിന്റെ പ്രതികാരത്തിലൊക്കെ പറയുന്ന ആ. പോലെ ഫോട്ടോഗ്രാഫി സെൽഫ് ആണ്. ഒരു പഠിച്ചെടുത്താണ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി വരും. ഉണ്ടാവും. ഉം. ആ ഒരു ഫോട്ടോഗ്രാഫി. ശരിക്കും ഞാൻ ഫീൽഡിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് ഫേസസ് കാണുന്നുണ്ട്. ചിലപ്പോൾ കുട്ടികളുടെ ഫേസസ് ആണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഓക്കെ ഇപ്പോ മണാലി, ജമ്മുവിലൊക്കെ ആണെങ്കിലും നമ്മൾ ആ. കാണുന്ന ഫേസസ് ആണ്. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് അവര് പോർട്രേറ്റ് ഹോൾസെൽ സ്റ്റോറി എന്നുള്ളത്. സോ ഇതിന്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും സ്റ്റോറി ഉണ്ട്. ഇപ്പോൾ അവരുടെ ചിരിക്കാണെങ്കിൽ ഒരു കുട്ടീനെ പകുതി കണ്ണടച്ച് നിൽക്കുന്നൊക്കെ ഒരു ഫോട്ടോ ഉണ്ട്. ആ. എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ ഈ കുട്ടീനെ എടുക്കണം, ക്യാപ്ചർ ചെയ്യണം എന്ന് തോന്നാൻ? ഒന്നല്ലെങ്കിൽ അവരെ ഐ കാച്ചിങ് ആയിരിക്കും. ഐ എന്തെങ്കിലും ഡിഫറെന്റ് ഉണ്ടാവും. അല്ലെങ്കിൽ സ്മൈൽ ആയിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഈ ഫേസ് ഫോട്ടോഗ്രാഫി അത്യാവശ്യം ഞാൻ അതിൽ കണ്ടു. അതുപോലെ ആ. തന്നെ ഞാൻ നോട്ടീസ് ചെയ്ത് കുറച്ച് താഴോട്ട് വന്ന സമയത്ത് നോട്ടീസ് ചെയ്ത സംഭവമാണ് നോട്ട് വെച്ചിട്ട് ആഹാ. കണ്ണും വായ അടച്ചു വെക്കുന്നത്. ഓക്കെ. ശരിക്കും അതിലൊരു പൊളിറ്റിക്സ് ഞാൻ കാണുന്നുണ്ട്. അത് അത് ആ ഒരു തീമിൽ എടുത്തതാണോ? അതെ. ആ തീമിലെടുത്താണ്. ഞാൻ ഈ ട്രാവലിങ് തുടങ്ങുന്നതിന് മുന്നേ ഉം. ഞാൻ കോൺസെപ്റ്റ് ഫോട്ടോഗ്രാഫിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കോൺസെപ്റ്റ് ഫോട്ടോഗ്രാഫിയാണ് ചെയ്യുന്നത്. മൈൻഡിൽ വന്ന പറഞ്ഞ ആർട്ട് ആദ്യമൊക്കെ കണക്ട് ചെയ്തിട്ട് മൈൻഡിൽ വരുന്ന സാധനം ഞാൻ ജേർണലിസം പഠിച്ചതിൻ്റെ ഒരു ഇതിലും പറയാൻ ആഗ്രഹിക്കുന്നത് ഞാനിങ്ങനെ ഫോട്ടോയിലൂടെ കാണിച്ചിരുന്നു. അങ്ങനെ എടുത്തൊരു ഫോട്ടോ ആണ്. അത് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. അതിങ്ങനെ കമലഹാസന്റെ പടത്തിൽ വരെയും അത് ലാസ്റ്റ് ക്ലൈമാക്സ് സീനിൽ കാണിച്ചിരുന്നു. അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് അഭിനന്ദിക്കുകയും ചെയ്യുന്നു ആ ഒരു സമയത്ത്. ഞാൻ അറിഞ്ഞിട്ടില്ല ഈ സംഭവം ഫോട്ടോസ് വന്നത്. എന്നാലും കുറെ പേര് അത് ജസ്റ്റ് ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് ഉള്ളെങ്കിലും ഒരുപാട് പേര് അത് നോട്ടീസ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നിരുന്നു. റെഫറൻസ് വരുന്നതിൽ അതായത് അത് നിന്റെ ഫോട്ടോ ഇങ്ങനെ വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. സോ ലൈഫില് ഇതൊരു അച്ചീവ്മെന്റ് ആണ്. അതെ. ശരിക്ക് നമ്മൾ ആരാണെങ്കിലും ഒരു പ്രൊഫഷണലി പോകുന്ന സമയത്ത് ഇവിടെ എത്തണം, ഇത് കിട്ടണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ മനസ്സിലുണ്ടാവില്ലേ? കാരണം എന്താണ് ഉണ്ട്. ഞാനിപ്പോ 7 വർഷം 8 വർഷത്തോളായിട്ട് ഹിഡൻ ഫേസ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ആയിരുന്നു. ഫേസ് കണ്ടിട്ടുണ്ടായില്ല, റിവീൽ ചെയ്തിട്ടുണ്ടായില്ല. കുറച്ചെത്തിയപ്പോ അതിങ്ങനെ റിവീൽ ആക്കണം എന്നുള്ളൊരു തോട്ട് വന്നിരുന്നു. അപ്പൊ ഒരു ഫ്രണ്ട്സ് ഇങ്ങനെ പറയും ഒഴിവാക്കിയോ മതി എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്തായാലും ഇത് ഇവിടം വരെ എത്തി, ഒഴിവാക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൈസ് അടിച്ചിട്ട് ഒരു അച്ചീവ്മെന്റിലൂടെ ഒഴിവാക്കാമെന്ന് പറഞ്ഞ കുറച്ച് മുന്നാണ്. അത് പെട്ടെന്ന് സാധിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അതെ. ശരിക്കും ഫസ്റ്റത്തെ കോമ്പറ്റീഷൻ ആണോ ഇങ്ങനെ പങ്കെടുക്കുന്ന ഫസ്റ്റ് കോമ്പറ്റീഷൻ? ഇല്ലില്ല, ഇത് ഹിപ്പയുടെ കോമ്പറ്റീഷനിൽ വേൾഡ് ഫോട്ടോഗ്രാഫിയുടെ വിൻ ചെയ്തിരുന്നു. അത് ഓൺലൈൻ കോമ്പറ്റീഷൻ ആണ്. അവരെ സർട്ടിഫിക്കറ്റും അവരെ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു 2 വർഷം മുന്നേ ഐ ബ്രാൻഡ് കണക്റ്റും ബുർജ്മാനും കൂടെ തമ്മിലൊരു കോമ്പറ്റീഷനിൽ അത് വിൻ ചെയ്തിരുന്നതിന്. സോ പൊതുവെ പങ്കെടുക്കുന്നുണ്ട് കോമ്പറ്റീഷൻ? അതെ ഉണ്ട്. ഒരു 100-110 കോമ്പറ്റീഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാല് അതിൽ ഏതെങ്കിലും 1-2 നമ്മളെ തേടി എത്തുള്ളൂ. കുറെയൊക്കെ ഫൈനലിസ്റ്റിലാവും, ഷോർട്ട് ലിസ്റ്റിലാവും, ചിലപ്പോ ഒന്നും ആവൂല. അങ്ങനെയാണ്. സോ എത്ര സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുണ്ട്? യാത്ര ഇന്ത്യയിലാണ് കൂടുതലും ചെയ്തേക്കണത്. ഇന്ത്യയിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ കഴിയില്ല. ഇനിയും ട്രാവൽ ചെയ്യാനുള്ള ഏരിയകളുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. കാശ്മീർ ഞാൻ ഒരു 1.5 വർഷത്തോളം ഉണ്ടായിട്ടുണ്ട്. അവിടെ തന്നെ 1.5 വർഷം. ഒരു സെക്കൻഡ് കൊറോണ ടൈമിൽ അധികം മലയാളീസ് കയറി വരാത്ത ടൈമിൽ ഞാൻ അവിടെ ഉണ്ടായിട്ടുണ്ട്, ട്രെൻഡ് ആവണതിന് മുന്നേ. അപ്പോ കാശ്മീർ ഒന്ന് നാട്ടിലും ലോക്ക്ഡൗൺ ആയി, കാശ്മീർ ഫുള്ള് ലോക്ക്ഡൗൺ ആക്കി. കാശ്മീർക്ക് പുറത്തേക്ക് പോകാനും പറ്റില്ല, കാശ്മീരിൽ നിന്ന് ഇങ്ങോട്ടും വരാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കാശ്മീരിൽ കറങ്ങാം. അങ്ങനെ ആയപ്പോൾ ഞാൻ നിന്ന സ്ഥലത്ത് ഞാൻ എന്താ സ്റ്റോറി ഇട്ട്. അപ്പോൾ അവിടെ ഉള്ള മലയാളീസ് എല്ലാം ഞാൻ നിന്ന സ്ഥലത്തേക്ക് എത്തി. പിന്നെ അവിടെ ഒരു മലയാളി ഹബ്ബായി. ഇപ്പോഴും അവിടെ മലയാളികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റി നടക്കുന്നുണ്ട് അവിടെ. അതുപോലെ തന്നെ ഒരുപാട് കൾച്ചർ, ഇന്ത്യൻ കൾച്ചറിനും ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ കേരള കൾച്ചേഴ്സ് ആണ് ചെയ്യുന്നുണ്ട്. ദസറ മെയിൻ ആണ്. എനിക്ക് പറഞ്ഞാല് അത് കാണുമ്പോ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ട്രാവൽ ചെയ്യുമ്പോഴാണോ ഇതിങ്ങനെ ക്യാപ്ചർ ചെയ്യാം,
നമുക്ക് ഓരോ ആംഗിളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവുമല്ലോ. അതെ, കൾച്ചർ ഓരോ സ്റ്റോറി ടെല്ലിംഗ് ആണ്. യെസ്. ഓരോ ഇന്ത്യയിലെ പല കൾച്ചറും നമുക്ക് കുറെ തിരിച്ചറിവുകൾ നൽകുന്നുണ്ട്. മനുഷ്യന്മാര് എത്രത്തോളം ഉണ്ടെന്നുള്ളത് തിരിച്ചറിവാണ്. ചില പിക്ചേഴ്സ് കാണുമ്പോൾ, ചില ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ ദസറയുടെ ഒക്കെ ഫോട്ടോ കാണുമ്പോൾ അവിടെ ഒന്ന് പോകണം, ആ, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഫുള്ളി ഡാർക്കാണ്. ആ, കാണുന്ന എല്ലാ ഫീൽഡിൽ നമ്മൾ ഓരോ പ്രാവശ്യം സ്ക്രോൾ ചെയ്യുമ്പോഴും ഉം, സ്ലൈഡ് ചെയ്യുന്ന സമയത്തും ഡാർക്കാണ്. അത് എങ്ങനെയാണ് ഒരു പിക്ചറിൽ ഇത്രത്തോളം നമ്മൾ കാണാത്ത വിഷൻസിനെ കൊണ്ടുവരാൻ പറ്റുന്നത്? അങ്ങനെയൊക്കെ ഒരു ആലോചിക്കാമോ ശരിക്കും? അതെ, ഞാനങ്ങനെ ചെറപറ അങ്ങനെ ഫോട്ടോസ് എടുക്കില്ല. ഒന്ന് ആലോചിച്ച് ഒരു എന്താ പറയാ, ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്ത പടങ്ങൾ എടുക്കാനാണ് ഭയങ്കര താല്പര്യം. ഒരു മിനിമലിസ്റ്റിക് ഒരു സ്റ്റോറി ടെല്ലിംഗ് സാധനം എടുക്കാനാണ് താല്പര്യം. അപ്പോൾ പരമാവധി കോമൺ അല്ലാത്ത റയർ ഫെസ്റ്റിവൽസ് അറ്റൻഡ് ചെയ്യാൻ നോക്കും. ഇപ്പം അതിന് എല്ലാം ഭയങ്കരമായിട്ട് വൈറലാണ് ആളുകൾ. അതുപോലെ തന്നെ എനിക്ക് ഹോളിയാന്ന് ആ, തോന്നുന്നു അതിൽ അത്യാവശ്യം കാണും. അതെ അതെ അതെ. ഹോളി ഞാനിപ്പോൾ 4 അടുപ്പിച്ച് അറ്റൻഡ് ചെയ്തിരുന്നു. ഹോളിയിൽ പണ്ടത്തെ ഹോളി അപേക്ഷിച്ച് ഇപ്പോഴത്തെ ഹോളി കുറച്ച് ആർട്ടിഫിഷ്യൽ ലെവലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കൈ കൊണ്ട് കളർ എടുത്ത് എറിയുന്ന ഒരു ഫീലായിരുന്നു. ഇപ്പോൾ ഒരു സിലിണ്ടർ വെച്ചിട്ട് ഒരു ഫോഗ് ഫീലാണ്. അപ്പോൾ ആ ഒരു ഫോഗ് ഫീലിൻ്റെ 2 വർഷം എടുത്തപ്പോൾ ഒരു 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 ഫീല് കിട്ടുന്നില്ല. ആ ഒരു ഹോളിയുടെ ഫുൾഫിൽനെസ് ഇല്ല. അപ്പോൾ ഇപ്രാവശ്യം ഇപ്പം ഇത് നീട്ടിയതാണ്ട്, അല്ലെങ്കിൽ ഈ പ്രാവശ്യം പോകേണ്ടതാണ്. ഇപ്പോൾ ഹോളി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരെല്ലാവരും പോയിട്ടുണ്ട്. സോ ആസ് എ ട്രാവലർ എന്തെങ്കിലുമൊക്കെ എത്ര രാജ്യങ്ങൾ അങ്ങനെ കവർ ചെയ്തിട്ടില്ല. ഇന്ത്യയും UAE തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഞാൻ മുമ്പ് കേട്ടിട്ടുള്ളതാണ്, ഒരു ഫോട്ടോഗ്രാഫർക്ക് നെക്സ്റ്റ് മൊമെന്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവും. അതുകൊണ്ടാണ് ബെസ്റ്റ് ക്ലിക്സ് വരുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും മൊമെന്റ്സോ സ്റ്റോറീസോ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ മൊമെന്റ്സിനാണ് ഇപ്പോൾ ഹിപ്പയില് പ്രൈസ് അടിച്ചെന്ന് പറഞ്ഞ ആ ഒരു ക്യാമലിന്റെ പുഷ്കറിന്റെ പടം. അപ്പോൾ ഞാനൊരു പോർട്രേറ്റ് എടുക്കാൻ വേണ്ടി ഇരുന്ന് ഒരു പുഷ്കറിനെ ഒട്ടകത്തിനെ നോക്കുന്ന ആള് അവിടെ ചായ ഉണ്ടാക്കുന്നുണ്ട്. കൂടെ ചെറിയ മോനും ഉണ്ട്. അപ്പോൾ മോനായിട്ട് കമ്പനിയായി. പെട്ടെന്ന് അങ്ങോട്ട് ഇടിച്ചു കയറി എടുക്കാൻ പറ്റില്ല. ഒരു ചായ ഉണ്ടാക്കുന്ന പുള്ളി ഈ സ്മോക്കിങ് ചെയ്യുന്നുണ്ട് തണുപ്പിനെ പ്രതിരോധിക്കാൻ. അപ്പോൾ ചായ ഉണ്ടാക്കുന്നുണ്ട്, മോനുണ്ട്. എന്ത് ചെയ്യുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കണം. പുള്ളീനെ കണക്ട് ചെയ്തിട്ട് ആ പാത്രവും കണക്ട് ചെയ്ത് ഒരു ഫോട്ടോ എടുത്തപ്പോൾ ഒന്നും കൂടെ എന്തെങ്കിലും വേണമെന്നുള്ളതായി. അപ്പോൾ ആ ഒരു ചായപാത്രത്തിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒട്ടകങ്ങൾ കടന്നുപോയി. അത് കറക്റ്റ് ആ ചായപാത്രത്തിൽ കണക്ട് ചെയ്ത് പുള്ളിക്കാരൻ ആ ജീവനുള്ള ഒട്ടകത്തിനെ കുക്ക് ചെയ്യുന്ന പോലത്തെ ഒരു ഫീല്. അതൊരു സെക്കൻഡിൽ സംഭവിക്കുന്ന ഒരു അതെ ടൈമിങ് ക്ലിക്കാണ്. ഒരു ജസ്റ്റ് അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ആ ഫീല് കിട്ടില്ല. ശരിക്ക് ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് വരാനുള്ള ഒരു സംഭവമാണല്ലോ. ഇപ്പൊ ഈ ഫ്രണ്ട്സ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു സ്കില്ലുണ്ട്, ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എൻ്റെ ഉമ്മാന്റെ ഒരു കസിൻ ഉണ്ട്, ആള് ഇതേപോലെ വൈൽഡ് ഫോട്ടോഗ്രാഫറാണ്. സോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കണക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ ഈ ഫോട്ടോഗ്രാഫി എന്നുള്ളൊരു ക്രേസ് വരാൻ? ഇല്ല, പ്രത്യേകിച്ച് കണക്ഷൻ ഇല്ല. ഞാനൊരു റിലീജിയൻ പേഴ്സണാണ്. ഫാമിലിയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഭയങ്കര പ്രഷറുണ്ട്. ഒരു ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ വിചാരവും ഫാഷനും മോഡലിങ്ങും അത് മാത്രമാണെന്നാണ് ഫോട്ടോഗ്രാഫി എന്നാണ് എല്ലാവരുടെ വിചാരം. പക്ഷെ അത് മാത്രമല്ല എന്ന് കാണിച്ചു കൊടുക്കാൻ ഇപ്പോൾ പറ്റി. ട്രാവലിംഗ് പർപ്പസിലൂടെ ഇപ്പോൾ നമ്മൾ ഒരു കവിത എഴുതി അല്ലെങ്കിൽ ഒരു കഥ എഴുതിയതിനെക്കാട്ടിലും ഒരു ഫോട്ടോ കൂടുതൽ സംസാരിക്കും. ഫോട്ടോ അത് എഡ്യൂക്കേഷണൽ പർപ്പസിൽ നോക്കി കണ്ടാൽ മതി. ഞാൻ അങ്ങനെയാണ് കാണുന്നത്, എഡ്യൂക്കേഷൻ പർപ്പസ്. ശരിക്കും ഇപ്പോൾ ഈ ഇത് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയൊക്കെയാണെന്നുള്ള ധാരണ ഉള്ള പോലെ തന്നെയാണ് ഫോട്ടോഗ്രാഫി കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതായത് നല്ലൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ചർച്ച ടെക്നോളജി പോലും നടന്നിരിക്കുന്നത് ഐഫോൺ വേണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇത്ര സോണിയുടെ ഈ ക്യാമറ വേണം, കാനോണിന്റെ ക്യാമറ വേണം. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ശരിക്ക് ഈ ആടുജീവിതത്തിലൊക്കെ പറയുന്നുണ്ട് പല ഷോട്ടുകളും ഐഫോണിലാണ് ചെയ്തിരുന്നത്. സോ അത് സ്കില്ലാണ്, ബാക്കി എക്യുപ്മെന്റ്സ് ഒക്കെ സൈഡാണ്, അങ്ങനെയാണോ? അങ്ങനെയാന്ന് പറഞ്ഞാൽ സ്കില്ല് വേണം. സ്കില്ല് മസ്റ്റാണ്. സ്കില്ല് ഉണ്ടെങ്കിൽ ഏതൊരു ഫോണിലും നമുക്ക് ഫോട്ടോ എടുക്കാം. പക്ഷെ വൈഡ് ലെൻസ് വേണ്ടടുത്ത് വൈഡ് ലെൻസ് തന്നെ വേണം. 85 വെച്ചിട്ട് നമുക്ക് ആ മൊമെന്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു 50% ആയിട്ട് അതിനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ അതിനെ
പ്രത്യേക എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എക്യുപ്മെന്റ്സിന്റെ ഇതിൽ. എക്യുപ്മെന്റ്സിന്റെ പോരായ്മ കൊണ്ടാണ് കുറെ ഫോട്ടോസ് എനിക്ക് നഷ്ടപ്പെട്ടത്. ഞാൻ വൈഡ് ലെൻസ് ഒന്നും ഇല്ലാണ്ട് ഉംലിംഗിലെ വരെയും ഒക്കെ പോയി, ലഡാക്കൊക്കെ പോയി. അതുകൊണ്ട് കൂടുതൽ പോർട്രേറ്റ് എൻ്റെ കടന്നു വരാൻ കാരണം. അല്ലെങ്കിൽ അതിനെക്കാട്ടിയും അടിപൊളി പടങ്ങൾ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഫ്രെയിംസ് ഉണ്ടാകാൻ കണ്ണുകൊണ്ട് കണ്ട ഫ്രെയിംസ് ഒന്നും എനിക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റില്ല. അതൊരു എക്യുപ്മെന്റ്സിന്റെ പോരായ്മ തന്നെയാണ്. വൈഡ് വേണ്ടടുത്ത് വൈഡ് വേണം, 85 വേണ്ടടുത്ത് 85 വേണം, മസ്റ്റാണ്. അതെ അതെ അതെ, പിടിച്ചെടുക്കാൻ പറ്റും. ശരിക്ക് ചില മൊമെന്റ്സിൽ ചിലപ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റണം, ചില ഇൻസിഡൻസ് ഇതൊന്നും എടുത്ത് വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തിക്കായിരുന്നു, അങ്ങനെ തോന്നിയിട്ട് എടുക്കാൻ പറ്റാത്ത ഏതെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ എക്സാമ്പിൾ ഏറ്റവും ഇത് തന്നെയാണ്. ഞാൻ കാശ്മീർ ഉണ്ടായപ്പോ വെള്ളക്കൊമ്പൻ എന്ന് പറഞ്ഞിട്ട് ചേതക്കിന് വന്ന ഒരു തന്നെ, ഞാനും അവനുമാണ് കാശ്മീരിൽ ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അവൻ ആദ്യമേ വന്ന് പോയതാണ്, പിന്നെ വീണ്ടും രണ്ടാമത് വന്നപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ചേതക്കിന്, അവൻ്റെ ചേതക്കിനായിട്ടാണ് ഞങ്ങൾ മുമ്പിലെ അറ്റൻഡ് ചെയ്തത്. അത് കേരളത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ 2 സ്ട്രോക്ക് വണ്ടി ഉമ്മിലേക്ക് കയറുന്ന മൊമെന്റ് ആണ്. അതെന്നാ അത്യാവശ്യം വേലായിരുന്നു. കണ്ടിട്ടുണ്ടാവും ആ റൊട്ടി കൊടുക്കുന്ന മിലിറ്ററിക്കാരൻ മിലിറ്ററിക്കാരൻ റൊട്ടി കൊടുത്തിട്ട് വേറലായ വെള്ളക്കുമ്പ്. അപ്പൊ ഇവനായിട്ട് പോണ ടൈമില് ഈ മിൽക്കി വേ, അതായത് ലൈറ്റ് പൊല്യൂഷൻ കുറഞ്ഞ ഏരിയയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റൊട്ടി കാര്യങ്ങള് കൊടുത്തോണ്ട് ഈ മിലിറ്ററിക്കാരെ ക്യാമ്പിൽ ആക്സസ് ഭയങ്കര സുഖമായി. എവിടെ പോയി കഴിഞ്ഞാലും ഇവനെ ഐഡന്റിഫൈ ചെയ്യും, ഇൻവൈറ്റ് ചെയ്യും. നമുക്ക് ഫുഡ് കാര്യങ്ങൾ, സ്റ്റേ കാര്യങ്ങളൊക്കെ അവർ വക ഫ്രീ ആയിട്ട് തരും. അപ്പൊ ഇവന്റെ ഡ്രീമാണ് അത് ഇങ്ങനെയെങ്കിലും എത്തിക്കണത്. അത് അറിയേയില്ല എത്താൻ പറ്റുമെന്ന്. കാരണം കുറെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. അപ്പോ ഞാനും കൂടെ ഉണ്ട്. എൻ്റെ ആകെ 85 മാത്രമേ ഉള്ളൂ ക്യാമറ. അപ്പൊ ഞാൻ ഇവന്റെ കൂടെ പോയപ്പോ കുറച്ച് ഇരുട്ടായപ്പോ നമുക്ക് ക്യാമറയിൽ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ടെടുക്കുന്ന ആ മിൽക്കി വേന്റെ സ്റ്റാറിന്റെ സാധനം കണ്ണുകൊണ്ട് കാണാണ്. കാരണം 85 ഉള്ളതുകൊണ്ട് ഇവനെ ബുദ്ധിമുട്ടിക്കാനും പറ്റൂല. 85 എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ലോങ്ങിൽ നിന്ന് ഇവന്റെ സ്കൂട്ടറൊക്കെ വെച്ച് എടുക്കാം നമുക്ക്. പക്ഷെ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തയില്ല. അപ്പൊ അത് ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതെ 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 അതെ, അത് ജസ്റ്റ് ഒന്ന് ഒരു വേണമെങ്കിൽ ഒരു ക്ലിക്ക് നമുക്ക് ആ സ്റ്റാർ കിട്ടും. ആ ലെവലാണ് ലൈറ്റ് പൊല്യൂഷനും ഇല്ലാണ്ട് കണ്ണോണ്ട് കണ്ടത്. നാച്ചുറലായിട്ട് ചില സമയങ്ങളിൽ നമ്മൾ വിചാരിച്ചാലും കിട്ടാത്തുണ്ടാവും. ഫാമിലി ഇപ്പോ ഈ ഒരു ന്യൂസ് ഒക്കെ അറിഞ്ഞ സമയത്ത് എങ്ങനെയാ റെസ്പോണ്ട് ചെയ്തത്? വളരെ സന്തോഷം. എല്ലാവർക്കും സർപ്രൈസ് ആയിട്ടാണ് ഞാൻ ഇത് പ്രസന്റ് ചെയ്തത്. അങ്ങനെ ആർക്കും അറിയില്ലായിരുന്നു സംഭവം ഇങ്ങനെയുള്ളത്. നാട്ടില് ഫാമിലി ഒരാൾക്കും, പെങ്ങൾക്ക് അറിയാം, വാപ്പാക്കൊക്കെ ഇവിടെ വന്നിട്ട് സർപ്രൈസ് കൊടുക്കാനുള്ള ഒരു ഇതാണ് പ്ലാൻ ചെയ്തത്. ഉമ്മാക്കും ഞാൻ ആ അവാർഡ് സെറമണിയിൽ വെച്ചിട്ടാണ് വീഡിയോ കോൾ ചെയ്തത്. അങ്ങനെ അപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. സെലക്ട് ചെയ്തതിനു ശേഷം അവിടുന്ന് വിളിച്ചിട്ടാണ് വന്നത്? ആക്ച്വലി ഞാൻ ട്രാവലിംഗിലായിരുന്നു. അവര് വിളിക്കുന്ന ടൈമിൽ ട്രാവലിംഗിലായപ്പോ ഇന്റർനാഷണൽ കോൾ കണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് മറന്നുപോയി. ആരെങ്കിലും ആണെങ്കിൽ വാട്സപ്പ് ചെയ്യുമെന്ന് വിചാരിച്ച് മറന്നുപോയി. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അവര് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത്. വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ്, ഷെയ്ഖ് സാഹിബ് മോസ്കിന്റെ അവിടെ നിന്നാണ്, നിങ്ങളെ കുറെ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നു, കിട്ടുന്നില്ല. അപ്പൊ ഞാൻ അപ്പോഴും ഈ കോമ്പറ്റീഷന്റെ ഇത് ചിന്ത വരുന്നില്ല, മറന്നിരിക്കണം. ഒന്നാമത് പ്രതീക്ഷയില്ല മസ്ജിദ് മോസ്ക് എന്നുള്ള കാറ്റഗറി ആയതുകൊണ്ട് തന്നെ. അങ്ങനെ ഞാൻ വിചാരിച്ച് ആരെങ്കിലും ജോലിക്കായിട്ട് പോർട്ട്ഫോളിയോ കൊടുത്തിട്ടുണ്ടാവും, അപ്പൊ അവിടെ നിന്ന് വിളിക്കണമെന്ന് വിചാരിച്ച് ഞാൻ നമ്പർ കൊടുത്തു. അല്ലെങ്കിൽ പറ്റിക്കാനാണെന്ന് വിചാരിച്ച് നമ്പർ കൊടുത്തപ്പോൾ വിളിച്ചപ്പോൾ അറബി സ്ലാങ്ങിൽ ആണ് ഇംഗ്ലീഷ് വരുന്നത്. അപ്പോൾ മനസ്സിലായി അറബി തന്നെയാണെന്ന് മനസ്സിലായി. പിന്നെ പറഞ്ഞു, നിങ്ങൾ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ 10 പേരിൽ ഒരാളായിട്ട് നോമിനേറ്റഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. വേറെ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഉണ്ടാവും, നിങ്ങൾ വരണം, ഫ്രീ ആവണം. ആ ടൈമിൽ ഈ പരിപാടി അവാർഡ് സെറമണിയുടെ ഡേറ്റ് കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. പിന്നെ നാട്ടിലെത്തിയതിന് ശേഷമാണ് അവർ ഡേറ്റ് കാര്യങ്ങൾ പറയുന്നത്. 26-ാം തീയതി കൺഫേം ആണ്, നിങ്ങൾക്ക് 25-ാം തീയതി ടിക്കറ്റ് കാര്യങ്ങൾ എടുത്തു തരും. ഇവിടെ വണ്ടി ഉണ്ടാവും എയർപോർട്ടിൽ നിന്ന്, പിന്നെ ഹോട്ടല് കാര്യങ്ങൾ 2 ദിവസത്തെ എല്ലാ ചെലവും അവര്
അവരെ ഒരു ഭാഗം ചെയ്യും. അവരെ ഭാഗം. ശരിക്ക് നമ്മൾ ഫുള്ളി ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിട്ട് കൊടുക്കുന്ന രീതിയാണോ? ഇല്ല, മിക്ക കോമ്പറ്റീഷനിലും കാണുന്ന പോലെ അവരുടേതായ സൈറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ആണെങ്കിൽ അവരുടേതായ വെബ്സൈറ്റ് കാര്യങ്ങൾ ഉണ്ടാവും. അതിൽ ഇതിൻ്റെതായ ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ടാവും കോൺടെസ്റ്റിന് വേണ്ടിയിട്ട്. അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം. രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്നും രജിസ്ട്രേഷൻ നമ്മളെ ലോഗിൻ ചെയ്യാൻ ഇല്ല, ഫ്രീ ആണ്. ഒരു ബിഗ് അച്ചീവ്മെന്റ് ആണ്. അതെ. ശരിക്കും ഈ മൊമെന്റ് എന്താണ് ശരിക്കും ഫീൽ ചെയ്യണത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2019 ആ ഒരു എഫക്റ്റ്, അതായത് ഓരോ പ്രൈസുമായി ചൈനയിലെ ഒരു ഫോട്ടോഗ്രാഫർക്കാണ് ഗ്രാൻഡ് പ്രൈസ് കിട്ടിയത്. ആ പടവും കണ്ട് പിന്നെ മറ്റുള്ള കാറ്റഗറിയിലെ പടങ്ങളും കണ്ട് നെട്ടി ഇരിക്കുന്ന ടൈമിൽ ഒരു എക്സിബിറ്റ് ചെയ്താൽ മതി എന്ന് ആഗ്രഹിച്ച സ്ഥാനത്ത് ഗ്രാൻഡ് പ്രൈസ് കിട്ടാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് നെട്ടിപ്പോയി. ശരിക്കും ലൈഫില് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് കാണുന്നത്. അതെ. ശരിക്കും പ്രൊഫഷണലി എന്താ ചെയ്യുന്നത്? ഫോട്ടോഗ്രാഫർ തന്നെയാണോ അതോ ജോബും? അതെ, ഫോട്ടോഗ്രാഫർ തന്നെയാണ്. വെഡിങ് ഉണ്ട്, വെഡിങ് ഫ്രീലാൻസ് ആയിട്ടുണ്ട്. വെഡിങ് ക്ലൗഡ്സ് എന്ന് പറഞ്ഞ പേജ് നാട്ടിൽ നടക്കുന്നുണ്ട്. പിന്നെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ക്യാമ്പും കാര്യങ്ങളും അങ്ങനെ പോവാണോ അതോ സോളോ ട്രിപ്പ് അങ്ങനെയാണോ? മിക്കതും സോളോ ആണ്. പിന്നെ നമുക്ക് പറ്റിയ ഒരു കമ്പനി ഒരു UAE തന്നെ കണക്ട് ചെയ്തിട്ട് ഒരു ഫോട്ടോഗ്രാഫർ കറക്റ്റ് നമ്മളെ അതേ മൈൻഡിൽ നമുക്ക് എൻ്റെ മൈൻഡ് എനിക്ക് ഇപ്പോൾ ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ദിവസം വേണമെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റിയൊരു മൈൻഡിലൊരു ഫോട്ടോഗ്രാഫറിനെ കണക്ട് ചെയ്ത് കിട്ടിയെന്ന്. ടിറ്റു തോമസ് എന്നാണ് പേര്. ടിറ്റു പുള്ളിയും ഇവിടെ നിന്ന് ഒരുപാട് അവാർഡ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പുള്ളിനായിട്ടാണ് പിന്നീടുള്ള ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ പുള്ളി അയർലൻഡിൽ പോയി. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു സപ്പോർട്ടും കൂടെയും പുള്ളിയുടെ ഒരു ഗൈഡൻസും കൂടെയാണ് കോമ്പറ്റീഷൻ്റെ കുറച്ച് കാര്യങ്ങളും ഐഡിയാസൊക്കെ മനസ്സിലായിരുന്നു. ശരിക്കും ഇപ്പോൾ നമ്മളൊരു താജ്മഹലാണ് അയച്ചിട്ടുള്ളത്. അവരുടെ ആ ഒരു തീമിലേക്ക് ഇതിനെങ്ങനെ കണക്ട് ചെയ്യുന്നു അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഒരു ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും കൊടുക്കേണ്ടോ? നമ്മൾ ഡിസ്ക്രിപ്ഷനും കൂടി ഡിസ്ക്രിപ്ഷൻ കണക്റ്റഡ് ആക്കണം. ആക്ച്വലി ഡിസ്ക്രിപ്ഷൻ്റെ ആവശ്യമില്ല. ഒരു ഫോട്ടോ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അന്ന് ആ ഫോട്ടോന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സംഭവം നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ജഡ്ജിമാർക്ക് കൂടുതലും അട്രാക്റ്റീവ് ആയിരിക്കും. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ശരിക്ക് എല്ലാരും ഞെട്ടിയിട്ടുണ്ടാവുമല്ലോ. നമ്മൾ നോർമലി വെറുതെ ഫീൽഡിൽ ജസ്റ്റ് ഇടുന്നത് അപ്പുറത്തേക്ക് ഒരുപാട് ആളുകൾ നമ്മൾ വിചാരിക്കാത്ത ആളുകൾ ആരെങ്കിലും ഒക്കെ മെസ്സേജ് അയച്ചു. ഇപ്പോൾ ഇത് ദുബായിൽ ഈ 2-3 ദിവസമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ദിവസമാണ്. ഇവിടെ നിന്ന് ആരെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇവിടുത്തെ ഫാമിലീസ് ഫാദർ എന്താ ശരിക്കും പറഞ്ഞത്? ഫാദർ ഒന്നും പറഞ്ഞിട്ടില്ല ആക്ച്വലി. കാരണം ഫാദറിനെ സർപ്രൈസ് ആണല്ലോ, കാര്യങ്ങളൊന്നും അറിയില്ല പുള്ളിക്ക്. കാരണം ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രഗിളാണ്. അതായത് ഞാൻ ഇത്ര നാളും ഇങ്ങനെ ട്രാവൽ ചെയ്ത് നടക്കുന്നത്, പ്രത്യേകിച്ച് ഒരു റിലീജിയൻ ഫാമിലി എന്നാകുമ്പോൾ വാപ്പാക്ക് ഒരുപാട് പ്രഷർ വാപ്പാടെ ഫ്രണ്ട്സ് സർക്കിളിൽ നിന്ന് ഉണ്ടാവും, ഫാമിലിയിൽ നിന്ന് ഉണ്ടാവും, സ്വാഭാവികമാണ്. അതിൻ്റെ ഇതിൽ ഞാൻ പരമാവധി ഫാമിലി ഇതിൽ സൈലൻ്റ് ആണ്. കാരണം എനിക്കും വോയിസില്ല, എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് ഞാൻ സൈലൻ്റ് ആയിട്ട് തന്നെയാണ് നിന്നിരുന്നത്. മിക്ക ഫംഗ്ഷനിലും പരമാവധി അറ്റൻഡ് ചെയ്യാത്ത രൂപത്തിൽ ഇങ്ങനെ പരമാവധി തട്ടിമുട്ടി നിന്ന് ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. സംസാരിക്കാൻ വേറെ പ്രശ്നങ്ങളോ ഉള്ളതുകൊണ്ടല്ല, എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയാനുള്ള ഒരു ഉത്തരം നമുക്ക് ഈ പേശം വിട്ടു പോകാൻ പറ്റാത്തതുകൊണ്ട് ഉത്തരം ഉണ്ടായില്ല. അപ്പം ഇത് കിട്ടിയത് വാപ്പ ജോലി ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തും അവർക്ക് പറ്റിയൊരു എൻവയോൺമെൻറ്റും പള്ളി മസ്ജിദും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതൊരു ആൻസറും കൂടിയാണ്. എല്ലാവർക്കും അതൊരു ജസ്റ്റ് ഒരു ഫോട്ടോ ആയിരിക്കും. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം 5-6 വർഷത്തിൻ്റെ എഫേർട്ടും സ്ട്രഗിളും ആണെന്ന് പറയാം. പിന്നെ ഈ ഒരു ഫോട്ടോ എടുക്കാൻ ടൈം, അതായത് ഹോളി കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ റംസാൻ പെരുന്നാളാണ്. ഹോളി കഴിഞ്ഞിട്ട് എല്ലാവരും അവരവരെ പരിപാടിക്ക് തെറിച്ച് പോയെങ്കിലും ഞാൻ അവിടെ ഈ ഒരു സ്റ്റിക്ക് ഓൺ ചെയ്തു ഈ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെതായ ഭയങ്കര വൈഡ് ലെൻസും കൂടെ ഉണ്ടെങ്കിലേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ വൈഡ് ലെൻസ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് റെൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ എല്ലാ ഇൻസ്റ്റാഗ്രാമും തപ്പി ഡൽഹിയിൽ എവിടെയാണ് ലെൻസ് കിട്ടുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഡൽഹിയിൽ ഒരറ്റത്ത് ഉണ്ടെന്ന് കണ്ട് നേരെ മെട്രോ എടുത്ത്
മെട്രോ എടുത്ത് പോയി എൻ്റെ എല്ലാ ഡോക്യുമെന്റ്സും കാര്യങ്ങളുടെയും കോപ്പി അവർക്ക് കൈമാറി അവരൊന്ന് വിശ്വസിപ്പിച്ച്. കാരണം ഒരു പുതിയ ആള് വരാനാണ്, ഒരു എക്യുപ്മെന്റ്സ് കൊടുക്കാന്ന് പറഞ്ഞാൽ അവര് അപേക്ഷിച്ച് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട്. എക്സ്പെൻസീവ് ആണല്ലോ. അതെന്റെ ഐഡിയും കാര്യങ്ങളും കാണിച്ചു കൊടുത്ത് എൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടാണ് ആ വൈഡൻസ് എടുക്കണത്. ഒരു പ്രതീക്ഷയില്ല കിട്ടുന്നുള്ളത്. ഈ താജ്മഹലാണ് ക്യാമറ അലോഡ് ചെയ്യണമെന്നും ഒരു പ്രതീക്ഷയില്ല. ഈ ഒരു പ്രസിന്റെ ID കാർഡ് വേണോ ഒന്നും അതൊന്നുമില്ല. അങ്ങോട്ട് ഇറങ്ങി. അതും വെയിറ്റ് ചെയ്തത് അത് ഇറങ്ങണമെന്ന് പറഞ്ഞാല് 3 ആഴ്ച അവിടെ വെറുതെ തട്ടിയും മുട്ടിയും ഇതിന് വേണ്ടി നിന്നിട്ടാണ്ട. വേറെ ഒരു ഫോട്ടോ എടുക്കാനും നിന്നില്ല. കാരണം ക്യാമറയ്ക്ക് ഇങ്ങനെ ഒന്നും പറ്റണ്ട എന്ന് വിചാരിച്ചിട്ട് വേറൊരു ഫോട്ടോ എടുക്കാനും പോയില്ല. അങ്ങനെ താജ്മഹലിന്റെ അടുത്ത് സ്ഥിരം പോയി നിൽക്കുന്ന ഒരു റൂമുണ്ട്, ബഡ്ജറ്റഡ് ആയിട്ടുള്ള റൂം. അവിടെ നിന്ന് ജസ്റ്റ് നടക്കാനുള്ളൂ. അങ്ങനെ അവരായിട്ട് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എടുത്ത് നേരത്തെ പോയി അവിടെ നിന്ന്. അപ്പോൾ മനസ്സിലായി അവിടെ ഫുള്ള് അലൗഡ് ആണ്. ആ ടൈമിൽ ഫ്രീ ആണ് എല്ലാവർക്കും, എല്ലാ വിസിറ്റേഴ്സിനും വരാം. ആ നിസ്കാരം കാണാം, നിസ്കരിക്കാൻ പറ്റാത്തൊരു നിസ്കാരം കാണാം, എല്ലാവർക്കും അവിടെ നിസ്കരിക്കാം. വേറൊരു നോർത്തിലെ ഫോട്ടോഗ്രാഫേഴ്സ്, ലേഡി ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു വെച്ച് ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കണം എന്നൊക്കെ ഉള്ള. അപ്പോൾ അവരെ കെയർ ഓഫിൽ ഞാൻ കയറി പറ്റി. എന്നിട്ട് ഫ്രെയിം ആക്ച്വലി സുജൂദ് ചെയ്യുന്ന ഒരു താജ്മഹലിന്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ഇവിടെ സുജൂദ് ചെയ്യണ ഒരു ഫ്രെയിമാണ് മൈൻഡിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു ഫ്രെയിം, പ്രൈസ് കിട്ടിയ ഫ്രെയിം മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഫോട്ടോക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഈ നിസ്കാരം അടുക്കാൻ തുടങ്ങിയപ്പോൾ വേറെ കമ്മിറ്റിക്കാരൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആട്ടി ഓടിപ്പിക്കുന്ന അവസ്ഥ വന്നു. അപ്പം ഞാനിത് കണ്ട് ഒരു ബാഗും കാര്യങ്ങളൊന്നും എടുക്കാണ്ട് ജസ്റ്റ് ചെറിയ ക്യാമറയും, അതായത് ഗോപ്രോ കയ്യിലുണ്ടായിരുന്നു. പിന്നെ M3 വൈഡും വരുമ്പോൾ ക്യാമറക്ക് അധികം വലുപ്പം തോന്നില്ല. ആ ടാഗും ഉണ്ടായില്ല. ടാഗും അഴിച്ച് വെച്ചിട്ടാണ് ഞാൻ കൈ പിടിച്ച് കൊണ്ടുപോയത്. കയ്യിൽ ക്യാമറ ഉണ്ടെന്ന് മിനിമലായിട്ട്. അഥവാ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിൽക്കണ പോലെ നിന്നിട്ട് ഫോട്ടോ എടുക്കാന്നാണ് വിചാരിച്ചത്. അതേപോലെ തന്നെയാണ് സംഭവിച്ചത്. ഇത് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ നിസ്കാരത്തിന്റെ ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ കറക്റ്റ് സെൻട്രൽ പോയിന്റ് പിടിച്ച് നിന്ന്. അപ്പൊ എന്തേത് വെറുതെ നിൽക്കാണ്. ഉള്ളിലേക്ക് പോയിട്ട് ആ ഒരു ആർച്ചും ആ ആൾക്കാരും നിൽക്കുന്ന ഒരു ഫ്രെയിം എടുത്താലോ എന്ന് മൈൻഡിൽ ഇങ്ങനെ ഓടി. കാരണം ഈ സുജൂദിന്റെ പടങ്ങൾ എന്തായാലും സുജൂദ് ചെയ്ത് താജ്മഹൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള പടങ്ങൾ മിക്ക 2-3 ഫോട്ടോഗ്രാഫേഴ്സിന്റെ എല്ലാം ഉണ്ട്. അങ്ങനെ ആ ഒരു ചിന്ത വന്നപ്പോഴാണ് രണ്ടും കൽപ്പിച്ച് എല്ലാരെയും കവർ ചെയ്ത് ആ ഒരു സ്ഥലത്ത് എത്തിയിട്ട് ഫോട്ടോ എടുത്തത്. പിന്നെ ഓടാൻ കാരണം എന്ന് പറഞ്ഞാല് അന്ന് ഭയങ്കര വെയിലുണ്ടായിരുന്നു. ആകാശം പൊള്ളിക്ക് എടുക്കായിരുന്നു. അപ്പൊ ഫ്രണ്ടിൽ ഉള്ള സാധനം ഫ്രണ്ടിൽ നിന്ന് എടുക്കുമ്പോൾ, ക്യാമറയിൽ എടുക്കുമ്പോൾ ഭയങ്കര വെയിലുള്ളതുകൊണ്ട് എനിക്കത്ര തൃപ്തിയായില്ല. സബ്ജക്റ്റ് ഭയങ്കര ബ്രൈറ്റ്, ഡീറ്റെയിലിംഗ് ഇല്ല സ്കൈക്ക്. എനിക്ക് ക്ലൗഡിയാണ് കൂടുതലും ഇഷ്ടം, മൂടി ടൈപ്പ്. അപ്പോൾ സ്കൈ ഇല്ലാതെ നിരാശ വന്നു. അപ്പോൾ എന്താ പറയുക, ആ നിരാശ, ആ സ്കൈ, ആ വെളിച്ചം എനിക്ക് മൈൻഡിൽ കിട്ടിയപ്പോണ് ആ ഒരു സ്റ്റാറിന്റെ ഒരു അപ്പേച്ചർ കൂട്ടിയിട്ട് സ്റ്റാറിന്റെ പടക്കാമെന്നുള്ള തോന്നിയപ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ആർച്ചും താജ്മഹലും ആൾക്കാരെ ഇതും കൂടെ കണക്ട് ചെയ്തിട്ട് ആ ഫോട്ടോ എടുത്ത്. എന്നിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് പിന്നെയാണ് എല്ലാവരും നിസ്കരിക്കാൻ നിൽക്കുന്ന പോലെ ഞാൻ നിന്ന് എല്ലാവരും കൈ കെട്ടി പിന്നെ സുജൂദിലേക്കൊക്കെ പോയപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നിന്നിട്ട് ഗോപ്രോയിൽ എടുത്ത പടമാണ് താജ്മഹലിൻ്റെ അവിടെ എല്ലാവരും സുജൂദ് ചെയ്ത് നിൽക്കുന്ന പടം. അപ്പോൾ അതിന് മുന്നേ ഏറ്റവും പ്രധാനം, ഫോട്ടോനെക്കാട്ടിലും പ്രധാനമുള്ളതാണ് നിസ്കാരം. ഇതാണ് അപ്പം ഞാൻ ചെക്ക് ചെയ്യും എങ്ങനെയാണ് ടൈം കാര്യങ്ങളെന്ന്. അപ്പം ഡൽഹിയിലും ആഗ്രയിലൊക്കെ കാലത്തെ ഓരോ പള്ളിയിലും നിസ്കാരം തുടങ്ങും. 6 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 6 മണിക്ക് ഒരു പള്ളിയിലുണ്ടാവും, 7 മണിക്ക് ഉണ്ടാവും, 8 മണിക്ക് ഉണ്ടാവും, 9 മണിക്ക് ഉണ്ടാവും, അങ്ങനെ 10-11 മണി വരെയും വേറെ പള്ളിയിൽ നിസ്കാരം ഉണ്ടാവും. അപ്പൊ ഡൽഹിയിൽ ജമാ മസ്ജിദ് ഇതുപോലത്തെ ഒരു പടം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോഴും ഇതിങ്ങനെ തന്നെ ചെയ്ത് പടം എടുത്തിട്ട് അടുത്ത പള്ളിയിൽ പോയിട്ട് ഈദ് നിസ്കാരം നിർവഹിച്ചു. ഇവിടെയും അതുപോലെ തന്നെ അനുകൂലമായി. തൊട്ടടുത്ത പള്ളിയിൽ തന്നെ സമയം ഉണ്ടായിരുന്നു. ഇവിടുത്തെ നിസ്കാരം ഫോട്ടോ എടുത്ത് മറ്റുള്ള ഫോട്ടോഗ്രാഫർ ചെയ്യുന്നുണ്ട്. അതായത് മുസ്ലിംസ് ഇല്ലാത്ത ഫോട്ടോഗ്രാഫേഴ്സ് സുജൂദ് ചെയ്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് നടന്ന് ഫോട്ടോ എടുക്കും. നമുക്കത് ഒരിക്കലും പറ്റില്ല. നമ്മ കറക്റ്റ് സ്പോട്ട് കണ്ടുപിടിച്ച് നമ്മ എനങ്ങാണ്ട് അവിടെ തന്നെ നിന്നിട്ട് ജസ്റ്റ് തിരിഞ്ഞു നിന്ന് 2 ഫോട്ടോ നമുക്ക് പറ്റിയെടുത്ത് നമ്മൾ നിർത്തി കഴിഞ്ഞിട്ട് നേരെ അടുത്ത പള്ളിയിൽ പോയിട്ട് ഈദ് എല്ലാവരുടെ കോസ്റ്റ്യൂമായിരിക്കും.
ഇവൻ നിസ്കരിച്ചോ എന്നുള്ളത്. അത് അതെന്തായാലും ഉണ്ടാവും, സ്വാഭാവികമാണ്. കാരണം പടം കാണുന്നത് നിസ്കാരം സുജൂദിന്റെ പടം. അടുത്ത പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചു. മേ ബി ആ ഒരു നിസ്കാരത്തിന് ഇത് പഠിച്ചവൻ കേട്ടിട്ടുണ്ട്. അതെ 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 അതെ. ഞാനിത് പറഞ്ഞപ്പോ ഞാൻ ആലോചിക്കായിരുന്നു, ആളുകൾ ആലോചിക്കുന്നുണ്ടാവും ജസ്റ്റ് ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു ഒരു ക്യാഷ് പ്രൈസ് കിട്ടി. പക്ഷെ ഈ 5 വർഷം നമ്മള് ഉണ്ടാക്കിയെടുത്ത ഇമ്പ്രൂവ്മെന്റ്സ്, അതെ 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 അതെ. ഫൈൻഡിങ്സ്, യാത്രകള്, നോളജും കൂടിയാണല്ലോ. പിന്നെ ആ ഒരു എഫേർട്ടിനാണ് ശരിക്ക് നമ്മള് കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നതിന്റെ ഒരു എഫേർട്ട്, ഒരു റിസൾട്ട് ആണ് ഇപ്പൊ കിട്ടിയത്. ശരിക്കും ഇതും ആയിരിക്കില്ല ഇനി ഫ്യൂച്ചറിൽ എന്താണ് ഇരിക്കുന്നത് നമുക്കറിയില്ല. പടച്ചോന്റെ ഓരോ ഇത്. ഇതൊരു ടെമ്പററി അല്ലെങ്കിൽ ഒരു ചെറിയ ഗിഫ്റ്റോ അതെ 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 ആയിരിക്കും അതെ 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 നമ്മുടെ എഫേർട്ടിന്റെ ഒക്കെ. അതെ അതെ അതെ. എഫർട്ടിന്റെ ഒരു റിസൾട്ട് പടച്ചോൻ തന്നാണ് തീർച്ചയായും. ഇനിയിപ്പോ ആരും ചോദിക്കില്ല എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്. അതിപ്പോ നമ്മളെ നാടിന്റെ ഒരു ഇതാണ്. എന്നാ വീണ്ടും ചോദിക്കും നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാല് എന്താണ് ചെയ്യണത്, ഫോട്ടോഗ്രാഫി തന്നെയാണോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ഉണ്ട്. കാരണം ഫോട്ടോഗ്രാഫി ഒരു ജോബായിട്ട് ആരും കണക്കാക്കുന്നില്ല. ട്രാവലും ഒരു ജോലി, ട്രാവൽ കണ്ടന്റ്, ട്രാവൽ എടുക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സും ഒരു ജോലിയായിട്ട് ആരും കണക്കാക്കുന്നില്ല. എല്ലാവർക്കും ടൈമിംഗ് ആയിട്ടുള്ള ഓഫീസ് ജോബാണ് ജോബായിട്ട് കണക്കാക്കുന്നത്. ഇതൊരു ജോബാണ്, ഭയങ്കര സ്ട്രഗിളാണ് കൂടുതലും. വരുന്ന ഒരു ജോബാണ് ആളുകൾ ഇപ്പോഴും. അതെ അതെ അതെ. അത് ആ ഒരു മന്ത്ലി സാലറി അല്ലെങ്കിൽ കണ്ടിന്യൂസ് സാലറി ആവണമെങ്കിൽ നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്ത് ഓരോ ബ്രാൻഡിനും ഞമ്മക്ക് ആവശ്യമുണ്ടെന്ന് കാണിച്ചു കൊടുത്താലേ അവര് നമ്മളെ കൊളാബറേഷൻ ആയാലും ഏറ്റെടുക്കുള്ളൂ. അതിന് ഈ ട്രാവലിംഗും മസ്റ്റാണ്, സ്ട്രഗിളും മസ്റ്റാണ്. ഇപ്പോ ഏതെങ്കിലും ബ്രാൻഡ്സ് ആയിട്ട് കൊളാബ് ചെയ്ത് പോകുന്നുണ്ടോ? ഇല്ലില്ല, ഞാൻ പ്രോഗ്രേഡിന്റെ മെമ്മറി കാർഡിന്റെ ഇത് ചെയ്തിരുന്നു. വേറെ അങ്ങനെ ചെറിയ ചെറിയ പിന്നെ ആദ്യമേ ചെയ്തിരുന്നതാണ്. പിന്നെ ഇപ്പോൾ അങ്ങനെ ട്രാവല് കണ്ടിട്ട് ഫോക്കസ്. അതെ അതെ അതെ, ആരും അങ്ങോട്ട് കണക്ട് ചെയ്ത് വന്നിട്ടില്ല. സോ എന്താണ് നെക്സ്റ്റ് പ്ലാൻ? അതായത് നമ്മളിപ്പോ ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ, അടുത്ത ഇത് ചെയ്യാം, അടുത്ത സ്റ്റേജ് ഇതാണ്, നമുക്ക് ഒരു സമയം കഴിയുന്ന സമയത്ത് ഇനി നമ്മൾ ഇതും കൂടി ചെയ്യണം, ഇവിടെ എത്തണം, അങ്ങനെ ഒരു പ്ലാൻ എന്താണ് നെക്സ്റ്റ് നമ്മൾ വിചാരിക്കുന്നത്? എന്താണ്? അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. പ്ലാനൊന്നും ഇല്ലാത്ത ഒരാളാണ്. എന്താണ് നടക്കണതെങ്കിൽ മുൻകൂട്ടി എൻ്റെ ഇതിലില്ല, ലിസ്റ്റിലില്ല. അങ്ങനെ മുൻകൂട്ടി ചെയ്ത് വെക്കുന്നത്, അതായത് പ്ലാൻ ചെയ്ത് വെക്കണമെന്ന് നടക്കാറുമില്ല. അതുകൊണ്ട് പ്ലാൻ ചെയ്യാറുമില്ല. പ്ലാൻ ചെയ്യാത്തതാണ് നടക്കുള്ള പ്ലാൻ. അതെ അതെ അതെ. എനിവേ ജീവിതത്തിൽ ഒരുപാട് നല്ല കാഴ്ചകളും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു.